അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് ആഗതമാവാൻ പോകുന്നു. പറഞ്ഞാൽ തീരാത്ത പുണ്യദിന രാത്രങ്ങളാണ് നമ്മിലേക്ക് പറന്നെത്തുന്നത്. പരമാവധി ഇബാദത്തുകൾ കൊണ്ട് ദുൽഹിജ്ജ മാസം നാം ധന്യമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ഭാഗ്യം നൽകട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളലു അയ്യാമിദ് ദുനിയാ അയ്യാമുൽ അശ്ർ. ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങൾ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ ദിവസങ്ങളിൽ നാം അനുഷ്ഠിക്കുന്ന സൽക്രമങ്ങളാണ് മറ്റേതു ദിവസങ്ങളിൽ നാം അനുഷ്ഠിക്കുന്ന സൽക്രമങ്ങളെക്കാൾ അല്ലാഹുവിന് പ്രിയങ്കരം. അതിനാൽ പ്രിയരെ, ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസം നാം ഒരിക്കലും പാഴാക്കി വെറുതെയാക്കി കളയരുത്. ദുൽഹിജ്ജ 1 അന്ന് രാത്രി മുതൽ ദുൽഹിജ്ജ മുഴുവനും പതിവായി ഓതേണ്ട ചെറിയ സൂറത്ത് പറയാം. പരിശുദ്ധ ഖുർആനിലെ 89ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫജ്ർ അഥവാ വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫജ്ർ. ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രതയെ സൂചിപ്പിക്കുന്ന പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. അസുഖങ്ങൾ മാറാനും ബുദ്ധിമുട്ടുകൾ നീങ്ങാനും നല്ല സന്താനങ്ങൾ ജനിക്കാനും സൂറത്തുൽ ഫജ്ർ പതിവാക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ ഫജ്രി ഫിൽ ലയാലിൽ അശ്ർ. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 രാത്രി സൂറത്തുൽ ഫജ്ർ ഓതിയാൽ ഗുഫിറ ലഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അതുപോലെ തന്നെ വമൻ ഖറഅഹാ ഫീ സാഇറിൽ അയ്യാം, തുടർന്ന് ബാക്കി ദിവസങ്ങളിൽ ഫജ്ർ സൂറത്ത് ഓതി വന്നാൽ കാനത്ത് ലഹു നൂറൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അത് അവന് ഒരു പ്രകാശം ആയിരിക്കുമെന്ന് മുത്തുനിബിതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയുന്നു, സൂറത്തുൽ ഫജ്ർ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ 10 രാത്രികളിൽ പതിവാക്കൽ സുന്നത്താണ്. അതിനാൽ ദുൽഹിജ്ജ മാസം മുഴുവനായും മഗ്രിബിന് ശേഷമോ അല്ലെങ്കിൽ ഇശാഇന് ശേഷമോ സൂറത്തുൽ ഫജ്ർ ഒരു തവണയോ അല്ലെങ്കിൽ കഴിയുന്ന അത്ര എണ്ണം ഓതുക. പുണ്യങ്ങൾ വാരിക്കൂട്ടുക.